അസ്സലാമു അലൈക്കും. ആരായിരിക്കും നമ്മുടെ അയൽവാസികളായിട്ട് വരുന്നത്? എന്തായാലും അത് നല്ലതാ. നിങ്ങൾ ഇവിടേക്ക് താമസം മാറിയിട്ട് എത്രയായി? എന്നിട്ടിപ്പോൾ അല്ലൊരു താമസക്കാർ വരുന്നത്. എപ്പോഴും അയൽവാസികളുള്ളത് സഹായത്തിന് നല്ലതാ. ഷെജിനയുടെ ഉപ്പ പറഞ്ഞപ്പോൾ എല്ലാവരും അത് അനുകൂലിച്ചു. ആ, ഏത് മതമായാലും വേണ്ടിയില്ല, നല്ല ആൾക്കാരായാൽ മതിയായിരുന്നു. നിയാസിൻ്റെ ഉമ്മ നെടുവീർപ്പിട്ടു. ഇടി റസിയ! ആബിദിൻ്റെ വലിയ അട്ടഹാസം പോലെയുള്ള വിളി കേട്ട് റസിയ തിരിഞ്ഞു നോക്കി. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റില്ലേ? അപ്പോൾ അവിടുത്തെ അയൽവാസികളോടൊന്നും കൂട്ടുകൂടി നേരം തീർക്കാമെന്ന് കരുതൊന്നും വേണ്ടട്ടേ. അയൽ വീട്ടിലുള്ളവർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാലും ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം നൽകി ഒരു അകലത്തിൽ നിന്നോണ്ടേ. ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് വീട്ടിലെ കാർന്നോരത്തി ആകാമെന്ന വല്ല ചിന്തയുണ്ടെങ്കിലേ ഇവിടെ വെച്ചിട്ട് വന്നാൽ മതി. പിന്നെ ഒരു കാര്യം പറയാം, നീ അവിടെ വീട്ടുപണിക്കാരി മാത്രമാണ്, വെറും പണിക്കാരി പെണ്ണ്. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. റസിയ ആബിദ് പറയുന്നതെല്ലാം തല താഴ്ത്തി കേട്ടുനിന്നു. പിറ്റേ ദിവസം രാവിലെ അധിക ബഹളമില്ലാതെ അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. റസിയയ്ക്ക് അയൽവാസികളെ കാണണമെന്നോ പരിചയപ്പെടണമെന്നോ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ അസുഖമെല്ലാം മാറിക്കണ്ടാൽ മതി. അവനോടൊത്ത് ഒരു ജീവിതം, അതിൽ ആർഭാടമൊന്നും വേണ്ട. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയാൽ മതി. അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ കാര്യങ്ങളും അല്ലലില്ലാതെ കഴിഞ്ഞാൽ മതി. എൻ്റെ മോനൊരു നല്ല നിലയിലെത്തി കണ്ടാൽ മതി. അസുഖമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിച്ചു കണ്ടാൽ മതി. തൻ്റെ ലോകമെന്ന് പറയുന്നത് തന്നെ അവന് വേണ്ടിയാണ് ഇങ്ങനെ ഒരാളെ ഞാൻ വിവാഹം കഴിച്ചത് പോലും. ആര് കാരണമാണോ അവൻ്റെ ഉപ്പയെ നഷ്ടമായത്, ആ ആളെ കൊണ്ട് തന്നെ ഉപ്പ എന്ന് വിളിപ്പിക്കുകയും അവനെ വളർത്തി വലുതാക്കുകയും ചെയ്യിപ്പിക്കുക എന്നത് എൻ്റെ ഒരു ശപഥമാണ്. കാര്യങ്ങളൊക്കെ ഇത്രയും കാലം അങ്ങനെ തന്നെ പോയി. ഇനി അയാൾ വേറൊരു വിവാഹം കഴിച്ചാൽ തൻ്റെ മോൻ്റെ ജീവിതം എന്താവും? എന്തായാലും അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഷാക്കിറക്ക് കുഞ്ഞുണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ തനിക്കും ഇതുവരെയായിട്ട് മോനല്ലാതെ വേറൊരു കുഞ്ഞുണ്ടായില്ലല്ലോ. വേറൊരു കുഞ്ഞുണ്ടായാൽ മോനോടുള്ള ഈ സ്നേഹവും പോകുമോ എന്ന് പേടിയില്ലാതെയും ജീവിക്കാം എന്ന് റസിയ ആലോചിച്ചു. തലേന്നത്തെ പോലെയുള്ളൊരു ദിവസമായിരുന്നില്ല ഷാക്കിറക്കന്ന്. തീരെ വഴിയാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ അയൽവീട്ടിൽ പുതിയ താമസക്കാർ വന്നതെന്നും നോക്കാനും കാണാനൊന്നും അവൾക്ക് വയ്യായിരുന്നു. ഷാക്കിറയുടെ വയ്യായിക സജിനയിലും അയൽവീട്ടുകാരെ പരിചയപ്പെടാൻ പോകാൻ മടിയുണ്ടാക്കി. അങ്ങനെ ഉമ്മമാർ വൈകുന്നേരം തിരക്കൊക്കെ കഴിഞ്ഞ് പോവാം, പരിചയപ്പെടാമെന്ന് തീരുമാനിച്ചു. പരിചയമില്ലാത്ത വീടായതുകൊണ്ട് തന്നെ ഐഷുമക്ക് എല്ലായിടത്തും കാൽ തെന്നിപ്പോയി. വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ എങ്കിലും ഒരു 4 പ്രാവശ്യമെങ്കിലും വീഴാൻ പോയി. അത് കണ്ട് റസിയ ഉമ്മയെ ഒരു റൂമിലാക്കാനും റൂം പുറത്തു നിന്ന് ലോക്ക് ചെയ്യാനും ആബിദ് പറഞ്ഞു. അയൽവാസികൾ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഉമ്മയെ കാണേണ്ട എന്നവൻ കരുതി. വീട്ടിലേക്ക് താമസം മാറ്റുന്ന ദിവസമാണെങ്കിലും കൂടെ ചാച്ചുമോനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസവും അന്ന് തന്നെയായിരുന്നു. ഫൈനൽ ചെക്കപ്പ് നടത്തണം. കൊടുക്കുന്ന ആളിനെയും അത് സ്വീകരിക്കുന്ന ആളിനെയും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഉപ്പയെ ഉമ്മാക്ക് കാവൽ നിർത്തി അവർ മോനെയും കൊണ്ടുപോയി. മോൻ്റെ ചെക്കപ്പ് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുവെങ്കിലും റസിയയുടെ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ മുഖം മങ്ങി. ഡൊണേറ്റ് ചെയ്യാൻ അവൾ തയ്യാറാണെങ്കിലും അവളുടെ ബോഡി അതിന് തയ്യാറല്ല. അത്രക്കും വീക്കാണ്. മോൻ്റെ കാര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. മുന്നിലിരിക്കുന്ന ആബിദിനെ നോക്കി, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ലേ? ഇവരെ ഒത്തിരി വീക്കാണ്, അതുകൊണ്ട് തന്നെ ഡൊണേറ്റർ ആകാൻ കഴിയില്ല. ഡോക്ടർ ആബിദിനെ നോക്കി പറഞ്ഞു. പക്ഷേ ആബിദിനെ എനിക്ക് പറ്റില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ഭാവി അളയനും ആ സംഘത്തിൽ ഡോക്ടറായിട്ടുള്ളതിനാൽ അതിനെതിരൊന്നും പറയാൻ ആബിദിന് കഴിഞ്ഞില്ല. അളിയ, എനിക്കറിയാം അളയൻ്റെ മാനസികാവസ്ഥ. മോനും വയ്യ, ഭാര്യയ്ക്കും വയ്യ. മോൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് കുഞ്ഞിനെയും ഭാര്യയെയും നോക്കാൻ ആളാകുമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതല്ലേ? സാരമില്ല, ആദ്യം മോൻ്റെ ഓപ്പറേഷൻ കഴിയട്ടെ. അപ്പോൾ മോനെയും അളയനെയും ഇപ്പോൾ പരിചരിക്കാനുള്ള ആരോഗ്യം ഇവർക്കുണ്ട്. അത് പറയുമ്പോൾ അയാളുടെ നോട്ടം റസിയയിൽ എത്തി നിന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അളിയൻ്റെ റെസ്റ്റും കഴിഞ്ഞ് ഉടനെ തന്നെ വിവാഹം നടത്താം. ഇതെല്ലാം അറിഞ്ഞു വെച്ച് മോനെ നോക്കാതെ വിവാഹം നടത്തിയാലേ അതിനുശേഷം ഉള്ള എൻ്റെ പെങ്ങളുടെ വിവാഹം സന്തോഷകരമായിട്ടില്ലെങ്കിലോ?
ആരുടെയും കണ്ണുനീർ വീണ ജീവിതം ഒരിക്കലും എൻ്റെ പങ്ങളും ഞങ്ങൾ വീട്ടുകാരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ആങ്ങള പറഞ്ഞപ്പോൾ ആബിദിന് ആ വിവാഹം നീണ്ടുപോകുന്നതിൽ വലിയ നിരാശയുണ്ടായി. എങ്കിലും വിവാഹം തീരെ വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എന്നൊരു ചെറിയൊരു ആശ്വാസവും ഉണ്ടായി. എന്നാൽ പിന്നെ നമുക്ക് നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റുകളെല്ലാം നടത്താം. അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ തന്നെ 2 ദിവസം പിടിക്കില്ലേ? ആബിദിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ബെല്ലടിച്ചൊരു നേഴ്സിനെ വിളിച്ചു. ആബിദിനെ കൂട്ടി എഴുതി കൊടുത്ത ലിസ്റ്റും കൊടുത്തു. ആബിദിന് മനസ്സോടെയാണ് ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്നത്. അവന് തൻ്റെ ലിവർ പകുത്തു നൽകാൻ തീരെ ഇഷ്ടമല്ല. വൈകുന്നേരം പുതിയ അയൽവാസികളെ പരിചയപ്പെടാൻ പോയതായിരുന്നു അന്നമ്മ ചേട്ടത്തി. രാവിലെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്ക് കാരണം അതിന് പറ്റിയിരുന്നില്ല. പക്ഷെ അവിടെ ഒരു വയസ്സായ ഒരു ഉപ്പയെ മാത്രമേ അവർ കണ്ടുള്ളൂ. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നതാണ്. നിങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളോ? ചേട്ടത്തി ചോദിച്ചപ്പോൾ ഹാജിയാർ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഐഷുമ്മയുടെ ശബ്ദം അകത്തു നിന്ന് കേൾക്കുന്നത്. എൻ്റെ ഭാര്യ ഉണ്ട് ഇവിടെ. മകനും മരുമകളും പേരക്കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ പോയതാണ്. ഹാജിയാർ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ഉമ്മയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു. ചേട്ടത്തി അകത്ത് കയറിയാൽ ഐഷുമ്മയുടെ അസുഖം ഇവിടെയുള്ളവരും അറിയും. പക്ഷെ അകത്തേക്ക് പോകുന്നവരെ എങ്ങനെ തടയും? ഹാജിയാർ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ചേട്ടത്തി അകത്തേക്ക് കയറി നോക്കിയെങ്കിലും അടുത്തൊന്നും ആരെയും കണ്ടില്ല. ശബ്ദം കേട്ട റൂമിന് നേരെ നടന്നു. റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ എന്നോർത്തുകൊണ്ട് ചേട്ടത്തി ഡോറിൽ തന്നെ ഇട്ടിട്ടുള്ള ചാവി തിരിച്ച് ഡോർ തുറന്നു. തട്ടമൊന്നുമില്ലാതെ പാറിപ്പറന്ന ജട പിടിച്ച മുടിയും കയ്യിൽ ഒരു പൊതിയുമായി പരസ്പര വിരുദ്ധമായി ഉച്ചത്തിൽ സംസാരിക്കുകയും അതിനിടയിൽ ചിരിക്കുകയും ചെയ്യുന്ന അവരെ അങ്ങനെ നോക്കിയിരുന്ന സമയം കൊണ്ട് തന്നെ ചേട്ടത്തി കണ്ടു. മാനസിക അസുഖമാണല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അങ്ങനെ തന്നെ ആ റൂം അടച്ചു. വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന അസുഖമായിരിക്കും. അതുകൊണ്ടായിരിക്കും റൂമിൽ അടച്ചിരിക്കുന്നത്. ഇനി താനായി അത് തുറന്നിടേണ്ട എന്നായിരുന്നു ചേട്ടത്തി അപ്പോൾ കരുതിയത്. അല്ല, മോനും മരുമകളും പേരക്കുട്ടിയൊക്കെയായി എങ്ങോട്ടാ പോയത്? വീണ്ടും ഹാജിയാരുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അയാളുടെ മുഖം മങ്ങിയിരുന്നു. ആ, ഉമ്മാക്ക് വയ്യല്ലേ? ഹാജിയാരുടെ വിഷമിച്ച മുഖം കണ്ട് ചേട്ടത്തി സഹതാപത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അയാളൊന്ന് നീട്ടി മൂളിക്കൊടുത്തു എന്നല്ലാതെ അവരോട് ഒന്നും സംസാരിച്ചില്ല. അയാളുടെ മനസ്സ് മുഴുവൻ പഴയ കാലത്തിലായിരുന്നു. എന്ത് പ്രതാപത്തോടെ ജീവിച്ചവരാണ്. തന്നെ കാണുമ്പോൾ തന്നെ ആളുകൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയും നടന്നു പോകുന്നവരാണെങ്കിൽ തുണി മടക്കി കുത്തിയത് അയച്ചിടുകയും വരെ ചെയ്യുമായിരുന്നു. എന്നാലിപ്പോൾ അറിയാത്തൊരു നാട്ടിലായിരിക്കുന്നു. അതും പുറത്തേക്ക് പോലും ഒന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ മാത്രമല്ല നാട്ടിലും രാജാവായിരുന്നു ഞാൻ. മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും മാത്രമല്ല നാട്ടിലെ എല്ലാവരെയും ഭരിച്ചിരുന്നു. താനൊരു വാക്ക് പറഞ്ഞാൽ മറുവാക്ക് ഉണ്ടായിരുന്നില്ല. അത് പള്ളിക്കമ്മിറ്റിയിലായാലും രാഷ്ട്രീയത്തിലായാലും എല്ലാം ഓർത്ത് നെടുവീർപ്പ് ഇട്ടിരിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ. ആ പണമോ പ്രതാപമോ എന്തിനെ, മക്കൾ എല്ലാവരുമോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. ആകെയുള്ളതൊരു മകൻ മാത്രം. അവൻ്റെ വാക്കും കേട്ട് അവൻ്റെ കാൽക്കയിൽ ഇനിയുള്ള ജീവിതം കഴിച്ചു തീർക്കണമെന്ന് ഓർക്കുമ്പോഴാണ്, അയാൾ ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ആബിദും റസിയും മോനും കൂടി കയറി വരുന്നത്. എന്താടാ, എന്തായി പോയിട്ട്? എന്താ മോനെ? കയറി വരുന്ന ആബിദിൻ്റെ മുഖം പോകുമ്പോൾ ഉള്ളതുപോലെ അത്ര പ്രസന്നമല്ല എന്ന് കണ്ടുകൊണ്ട് അയാൾ ചോദിച്ചു. ഉപ്പ, ഇവൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. അങ്ങനെ ആകുമ്പോൾ ഞാൻ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്തു ചെയ്യും? അവൾ കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞു വെച്ച് വിവാഹം പെട്ടെന്ന് കഴിക്കണമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ആകുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവരെ നോക്കാൻ ഒരു നേഴ്സിനെ വെക്കാമെന്നും മനസ്സിൽ കരുതിയിരുന്നു. എന്നാൽ ഞാൻ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നെയും മോനെയും കൂടെ നോക്കാൻ ആരെ കിട്ടുക? പിന്നെ ഇവിടെയും ആള് വേണ്ടേ? മറിച്ചായിരുന്നെങ്കിൽ കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായേനെ. അപ്പോൾ രണ്ടിടത്തെ പ്രശ്നവും പരിഹരിക്കാമായിരുന്നു. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അന്നമ്മച്ചേട്ടത്തി അറിഞ്ഞ പ്രകാരം പുതിയ അയൽവാസികൾ വയസ്സായ ഉപ്പയെയും മാനസിക നില തെറ്റിയ ഉമ്മയെയും വീട്ടിലാക്കി. മോനെയും കൊണ്ട് പുറത്തു പോയി എന്നറിഞ്ഞതും പരിചയപ്പെടാൻ പോകാനിരുന്ന ഷാക്കിറയുടെ വീട്ടുകാർ അത് കുറച്ചുകൂടി കഴിഞ്ഞ് ആക്കാമെന്നാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി ആശ്വാസം തോന്നിയപ്പോൾ ഷാക്കിറയും വീട്ടിലെ മറ്റുള്ളവരോടൊപ്പം പുറത്തിരുന്ന് ചായക്കുടിയും സംസാരിക്കുമൊക്കെ ആയിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും റസിയും ആബിദുമൊക്കെ മടങ്ങി വന്നത്. ആഹാ, അയൽവാസികളെത്തിയല്ലോ. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ ഏന്തി നോക്കി.
സജിനയ്ക്ക് കാറിൽ നിന്നും ഇറങ്ങുന്നവർ ഇത്തിരി ദൂരമായിരുന്നെങ്കിലും ശരീരഘടനയിലും ചലനവുമെല്ലാം ആബിദിൻ്റെയും റസിയുടെയും പോലെ തോന്നിയപ്പോൾ അവൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അത് ആബിദയും റസിയും തന്നെയാണ്. അവൾ വീണ്ടും എത്തി നോക്കിയപ്പോൾ ചാച്ചുവിനെയും കണ്ടു. അതെ, അവർ തന്നെയാണതെന്ന് കണ്ടപ്പോൾ അവൾ ചേട്ടത്തി അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞതോർത്തു. മാനസികാസുഖമുള്ള ഉമ്മ എന്നപ്പോൾ കേട്ടപ്പോൾ പോലും അവരാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് താൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അവരാണ് ഉറപ്പിച്ചത് എന്നും സരിന ശാക്കരയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. അവൾ ഒന്നും പറയാതെ ചൂട് ചായ ആസ്വദിച്ച് കൊടുക്കുകയാണ്. അവളോട് പറയണോ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവൾ അറിയും താമസിയാതെ തന്നെ. ഇത്രയും അടുത്താകുമ്പോൾ അറിയാതിരിക്കാനും കാണാതിരിക്കാനൊന്നും കഴിയില്ല. ഞാനിപ്പോൾ വരാം, വന്നിട്ട് നിനക്കൊരു സർപ്രൈസും ഉണ്ട് എന്ന് പറഞ്ഞ് സജിന് ഷാക്കിറയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോയി. അവൾ പുതിയ അയൽവാസികളുടെ വീടിന് നേരെ നടക്കുമ്പോൾ എനിക്ക് എന്ത് സർപ്രൈസാണ് അവിടെ നിന്നും കൊണ്ടുവരാനുള്ളത് എന്നായിരുന്നു ഷാക്കിറയുടെ ചിന്ത. ട്രിൻ അകത്തേക്ക് കയറിപ്പോയ ആബിദും റസിയുമെല്ലാം കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട്. എങ്കിലും റസി അവിടെ തന്നെ നിന്നു. ആബിദ് വരുന്നതിന് മുമ്പേ തന്നെ അവൾക്ക് വാണിംഗ് കൊടുത്തതാണ് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്ന്. ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ആബിദ് പക്ഷേ പ്രതീക്ഷിക്കാത്ത ആളെ മുന്നിൽ കണ്ട് ഒന്ന് പരുങ്ങി. ആ എന്താ ആബിദ്ക്കാ വല്ലാതെ പരുങ്ങണത്? അവിടെ വിട്ട് ഇവിടേക്ക് വരുമ്പോൾ ആരും അറിയരുത് എന്ന് കരുതിയത് പൊളിഞ്ഞതിലുള്ള പരുങ്ങലാണോ? സജിന ഒരു കളിയാക്കലോടെ ചോദിച്ചു. ആദ്യത്തെ പരുങ്ങലൊന്നും മാറിയതും സജിന എങ്ങനെ ഇവിടെ കയറുവാ എന്ന് പറഞ്ഞ് ഡോറിൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു. ദാ ചായ. ആബിദും സജിനക്കും ചായ കൊടുത്ത് റസ്യ അവിടെ തന്നെ ചുമരും ചാരി നിന്നു. അവൾക്കും സജിന എങ്ങനെ ഇവിടെ എന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൾ ചുറ്റിപ്പറ്റി നിന്നു. ഞാനെങ്ങനെ ഇവിടെ വന്നു എന്നായിരിക്കില്ലേ രണ്ട് പേരെയും മനസ്സിലെ? അത് ഞാൻ പറയാം, ആദ്യം ഉമ്മാനൊന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സജിന ചോദ്യഭാവത്തിൽ ഉമ്മ എവിടെയെന്ന രീതിയിൽ റസിയയുടെ മുഖത്തേക്ക് നോക്കി. റസിയ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് മുന്നിൽ നടന്നപ്പോൾ പിന്നാലെ സജിനയും അതിന് പിന്നാലെ ആബിദും ആ റൂമിലേക്ക് നടന്നു. ഐഷമ്മയെ ഒന്ന് നോക്കിയ ശേഷം അവൾ ഒരതിശയം ഭാവിച്ചുകൊണ്ട്, പഠിച്ചോൻ്റെ ഒരു കാര്യേ, ആബിദക്കയുടെ ആദ്യ ഭാര്യയില്ലേ നമ്മളെ ഷാക്കി, അവളും കുടുംബവും താമസിക്കുന്നത് ആ വീട്ടിലാണ്. അവളെ ഇത്രയേറെ ഉപദ്രവിച്ചാൽ അവരെ കൺമുന്നിൽ ഇങ്ങനെ ഈ കോലത്തിൽ അവൾ പരിഹാസത്തോടെ പറഞ്ഞു നിർത്തി. ആബിദ് വേറൊന്നും തന്നെ കേട്ടില്ലായിരുന്നു. ഷാക്കിറ എന്ന പേര് മാത്രം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു വരുന്നൊരു മുഖം അവളിനെ തൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷമായി അവന്. എന്നാൽ അവൾ രണ്ടാമത് ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും അവന് നിരാശയും തോന്നി. തനിക്കെപ്പോഴും ഒരു കുഞ്ഞേ ഉള്ളൂ. അതിൻ്റെ ആരോഗ്യമാണെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടിയാൽ ഭാഗ്യമെന്ന് വിചാരിക്കുന്നു. എന്താ എനിക്ക് മാത്രം എങ്ങനെയായത്? അവൾക്കല്ലായിരുന്നോ കുഞ്ഞുങ്ങളില്ലാതിരുന്നത്? എന്നിട്ടിപ്പോൾ അവൾക്ക് രണ്ടാമത്തേതും വയറ്റിലുണ്ടെന്ന്. അതിനർത്ഥം ഉമ്മ പറഞ്ഞതുപോലെ റസിയ കൊള്ളാത്തതുകൊണ്ടല്ലേ? റസിയ ആണെങ്കിൽ ചിന്തിച്ചത് അറിഞ്ഞതുകൊണ്ട് അവളെ ഉപദ്രവിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളുടെ ജീവിതത്തിലേക്കൊരു കരടായി കടഞ്ഞു തന്നവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണീരിൻ്റെ ഫലമാകുമോ തൻ്റെ കുഞ്ഞിൻ്റെ അസുഖമെന്ന് റസിയ അറിയാതെ ഓർത്തുപോയി. ഇനി അവൾ ഇവിടെയാണെങ്കിൽ കാണേണ്ടി വരില്ലേ? എപ്പോഴെങ്കിലും അടുത്തു നിന്ന് കണ്ടാൽ സംസാരിക്കേണ്ടി വരില്ലേ? അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും ഒരുത്തരം കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ വേഗത്തിൽ നടക്കാൻ പ്രാർത്ഥിക്കാം എന്ന് ചിന്തിച്ചു പോയി. എന്നാലേ ഞാൻ പോവാണ്. നിങ്ങളാണ് ഈ വീട്ടിൽ വന്നത് അറിഞ്ഞ നിമിഷം മുതൽ ഇവിടെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. ഇനി ഷാക്കിറയോടൊന്ന് പറയട്ടെ, അറിയാതെയെങ്കിലും ഇവിടേക്ക് വരാതിരിക്കാൻ നോക്കിക്കോളും അവൾ. ഒരു കാര്യം ഉറപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. എത്ര കോടീശ്വരനായാലും പണവും പ്രതാപവും അധികാരമുള്ള സമയത്ത് എന്ത് ചെയ്താലും അത് മരണത്തിന് മുന്നേ ആ ചെയ്തതിനുള്ള പ്രതിഫലം ലഭിച്ചിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഉമ്മ. അവൾ ഐഷുമ്മയെ ചൂണ്ടി പറഞ്ഞു. തനിക്ക് എന്ത് സർപ്രൈസാണ് സജിന തരാൻ പോകുന്നത് ഓർത്തിരുന്ന ഷാക്കിറ ചായ കൂടി കഴിഞ്ഞ് മെല്ലെ സജിന പോയിടത്തേക്ക് നടന്നു. കൂട്ടത്തിൽ പുതിയ അയൽവാസിയെ പരിചയപ്പെടാമെന്നും. സജിന ഉള്ളപ്പോഴാകുമ്പോൾ തനിയെ പോയി അങ്ങോട്ട് പരിചയപ്പെടുന്നതിൻ്റെ ചലിപ്പം മാറുമല്ലോ എന്നോർത്തവൾ. സജിന മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കൂടെ ഉമ്മറത്തേക്ക് വന്നു റസിയും ആബിദും. സജിന ചാച്ചുവിനെ ഒന്ന് തലോടി. എങ്ങനെയുണ്ട് മോനെ? എന്താ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ആ, പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് ആണ് പറഞ്ഞത്. താനാണത് വരെ ഡൊണേറ്റ് ചെയ്യാൻ നിന്നത്. ഇപ്പോൾ തനിക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ആബിദിക്കാനോട് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്ന് റസിയ അവളോട് പറഞ്ഞു. അവരോട് ഇത്തിരി നേരം കൂടി സംസാരിച്ചു നിന്നതിനാൽ ഷാക്കിറ അവിടെ എത്തിയിരുന്നു. ക്യാഷിന് എന്തായാലും കുറവൊന്നും വരില്ലല്ലോ. വീടും സ്ഥലവും വിറ്റതിൽ തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഡൊണേറ്ററെ വെച്ച് കാര്യം നടത്താനുള്ള പണം ഉണ്ടാവും. അതുകൊണ്ട് ആകെ ഒരു മോനുള്ളതിന് പണം നോക്കാതെ വേഗം ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കട്ടോ. അങ്ങനെ പറഞ്ഞ് ചെരിപ്പിട്ട് തിരിഞ്ഞതും തങ്ങളെ തന്നെ തുറുക്കെ നോക്കി നിൽക്കുന്ന ഷാക്കിറയെ കണ്ട് തലയിൽ കൈവച്ചു പോയി. ഇവളത് ഇങ്ങോട്ട് വന്നിരുന്നോ? ഷാക്കി! സജിനെ വേഗം അവളുടെ അടുത്തേക്ക് ഓടി. ഒന്നും ചോദിക്കാതെ തന്നെ അവളെയും പിടിച്ച് വീട്ടിലേക്ക് നടന്നു. സജിനെ ഷാക്കി എന്ന് വിളിച്ചപ്പോഴാണ് റസിയും ആബിദും അങ്ങോട്ട് നോക്കിയത്. ഷാക്കിറയുടെ മുഖം ഒരു നോട്ടം കണ്ടെങ്കിലും പിന്നെ അവളെയും കൊണ്ട് തിരിഞ്ഞു നടക്കുന്ന സജിനെയാണ് കണ്ടത്. ഒരു നിമിഷം അവളുടെ മുഖം കണ്ടതും ആബിദിൻ്റെ ഹൃദയമിടിപ്പ് നിന്നു. ഷാക്കിറ എങ്ങനെ ഷോക്കായോ അവരെ കണ്ടിട്ട് അതുപോലെ തന്നെ അവസ്ഥയായിരുന്നു ആബിദിനും. അവൾ അവിടെയാണ് താമസമെന്ന് അറിയാമായിരുന്നെങ്കിലും പെട്ടെന്ന് അവളെ കാണാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. പോകുമ്പോൾ രണ്ടിനും നല്ല ഉഷാറായിരുന്നല്ലോ. ഇപ്പം എന്തേ മക്കളെ മുഖം എങ്ങനെ? അല്ല, പുതിയ അയൽവാസികൾ വല്ല തീവ്രവാദികളാണോ? നിയാസിൻ്റെ ഉമ്മ സജിനയോട് തമാശയോടെ പറയുന്നുണ്ട്. എന്നാൽ വീട്ടിലേക്ക് കയറിയ പാടെ റൂമിലേക്ക് പോകുന്ന ഷാക്കിറയെ കണ്ട് അവർക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നി. തമാശല്ല, കാര്യമായിട്ട് എന്തോ ഉണ്ട്. നിയാസിൻ്റെ ഉമ്മ സജിനയുടെ ഉമ്മയോട് പറഞ്ഞു. എന്താ സജി, നാത്തൂനും കൂടെ പുതിയ അയൽവാസിയെ കണ്ടിട്ട് എങ്ങനെയാണ് വരുന്നത്? ആ ഉമ്മ, പുതിയ അയൽവാസികളെ നിങ്ങളൊക്കെ അറിയും. ഈ എന്താ ഞങ്ങളെ കളിയാക്കുക? ഞങ്ങൾ അതിന് ഇതുവരെ ഓരോ പരിചയപ്പെട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. പിന്നെ എങ്ങനെ അറിയാനാണ്? സജിനയുടെ ഉമ്മ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ ഉമ്മ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. എൻ്റെ അമ്മോശനും അമ്മായിമ്മയൊക്കെയാണ് ഇവർ പുതിയ അയൽവാസികൾ. അമ്മോശനും അമ്മായിമ്മയും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കൂടെ ആബിദും റസിയും ഒക്കെ ഇല്ലേ? നിയാസിൻ്റെ ഉമ്മയാണ് അത് ചോദിച്ചത്. ഉണ്ട്, അതല്ലേ ഓള് അവരൊക്കെ കണ്ടതോടെ ഷോക്കായി വന്നത്. ഒന്നോർത്താൽ കഷ്ടം തന്നെയാണ്. ഇത്രയും സന്തോഷമുള്ള ജീവിതത്തിനിടയിൽ ഇഷ്ടമില്ലാത്തവരുടെ മുഖം ഇടയ്ക്കൊക്കെ കാണേണ്ടി വരുമെന്ന് പറയുമ്പോൾ സജിനി പറയുന്നത് ശരിയാണെന്ന് രണ്ടുപേർക്കും തോന്നി. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകുന്നില്ല. അവരെയൊക്കെ കാണണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ല. പിന്നെ നമ്മൾ അറിയുന്നവരാണ്. ആബിദ് ഷാക്കിറെ ആദ്യം വിവാഹം ചെയ്തിരുന്നതാണെന്നൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരോടും പറയും വേണ്ട. എന്തിനാ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവർ നമ്മൾ അറിയുമെന്ന് പറയുന്നത്? അവർ അവിടെ ആ വീട്ടിൽ അവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നമുക്കിവിടെ നമ്മൾ കഴിഞ്ഞതുപോലെ കഴിയാം, ഗുണത്തിനും ദോഷത്തിനൊന്നും പോവാതെ. ആ ചേട്ടത്തിനി അവിടെ പോവാന്നൊക്കെ പറഞ്ഞു വന്നാലേ ഇല്ലാതെ തീർത്ത് പറഞ്ഞേക്കണം. കാരണം വേറെ എന്തെങ്കിലും പറയാം. അവരെ പരിചയപ്പെട്ടോ എന്നോ മറ്റോ. അവർ ഉമ്മമാർ തമ്മിൽ തന്നെ ചോദ്യവും ഉത്തരവും കണ്ടെത്തി. അവർ അവിടെ വന്നതിന് ഇവളെന്തിനെ ഒളിച്ച് താമസിക്കുന്നത്? അവളോട് ഇങ്ങ് വരാൻ പറ. എന്തായാലും അവരിവിടെ തന്നെ വന്നത് നന്നായി. ഓൾ നല്ലതുപോലെ ജീവിക്കുന്നത് ഒരു കാണട്ടെ. കണ്ട് കുറ്റബോധം തോന്നണം. ഷാക്കിറ ബെഡിൽ അങ്ങനെ കിടക്കുമ്പോഴാണ് നിയാസ് വന്നത്. എന്താടോ ഷാക്കി, പതിവില്ലാത്തൊരു കിടത്തം? പതിവില്ലാത്ത വിധം സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് കിടക്കുന്ന ഷാക്കിറയെ കണ്ട് നിയാസ് ചോദിച്ചു. നിയാസ് വന്നതും അവൾ എഴുന്നേറ്റിരുന്നുവെങ്കിലും അവളുടെ മുഖം വല്ലാതെ തന്നെയിരുന്നു. അത് കണ്ടവൻ അവളോട് എന്താടോ മുഖം വല്ലാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്ത് പറയും എന്നറിയാത്തത് കൊണ്ട് തന്നെ അവൾ മിണ്ടാതെ ഒരു ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. തന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തോ കാര്യമാണെന്ന് മനസ്സിലായതും അവൾ പറയുമ്പോൾ പറയട്ടെ എന്ന് കരുതി അവനും അവളോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. കൊടുത്ത ചായയും എടുത്ത് സോഫയിലിരുന്ന് കൊടുക്കുമ്പോഴാണ് സജിന അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഇക്ക, നമ്മുടെ അടുത്ത വീട്ടിൽ വന്ന പുതിയ അയൽവാസി ആരെന്നറിയണ്ടേ? സജിന ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നതും ഷാക്കിറയുടെ മുഖത്ത് തെളിച്ചമില്ലായ്മയും ഒക്കെ കണ്ടപ്പോൾ തങ്ങൾ അറിയുന്ന ആരോ ആണെന്ന് നിയാസിന് മനസ്സിലായി. ആരാ? നീ അറിയുന്ന ആളാണെന്ന് മനസ്സിലായി. പിന്നെ ഷാക്കിയുടെ മുഖം കൂടി കണ്ടപ്പോൾ അവൾക്കും അറിയുന്നവരാണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ അളിയൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ ആരെങ്കിലും ആണോ? നിയാസ് ചോദിക്കുന്നത് കേട്ട് അവൾ തലയനക്കി. കുടുംബത്തിൽപ്പെട്ടതെന്ന് പറയാൻ പറ്റൂല. എൻ്റെ മദറില്ലോയും ഫാദറില്ലോയും പിന്നെ ആബിദും ഭാര്യയും കുഞ്ഞും. അവർ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ മുഖവും മങ്ങി. ആബിദിനെ തീരെ കാണാൻ ആഗ്രഹം അവനില്ല. ഷാക്കിയെ ഉപദ്രവിച്ചിരുന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനോട് അത്രയും ദേഷ്യമാണ്. മാത്രമല്ല അവൻ ഷാക്കിയെ ആബിദ് കാണുന്നതിനോടും ഇഷ്ടമില്ല. അവൾ ഇപ്പോൾ തൻ്റേത് മാത്രമാണ്. പണ്ട് കൂടെ ജീവിച്ചിരുന്നവൾ ആണെന്ന അധികാരത്തോടെയോ അവളോട് ഇപ്പോഴൊരു ഇഷ്ടം തോന്നിയത് കൊണ്ടോ അവൻ അവളെ ഒന്ന് നോക്കുന്നത് പോലും തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അവനറിയാം. അവൻ കൊടുത്ത ചായ കുടിച്ചു കഴിഞ്ഞ് ഷാക്കിറയെ വിളിച്ച് റൂമിലേക്ക് നടന്നു.
നിന്റെ ഈ മുഖം മങ്ങിയതിൻ്റെ കാരണവും പതിവില്ലാത്ത സമയത്ത് നിന്റെ ഈ കിടത്തത്തിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി ഷാക്കി. അവർ അവിടെയല്ലടാ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാം. നീ ഇനി പുറത്ത് ജോലിക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. നമുക്ക് അതിനൊക്കെ വേറൊരാളെ കൂടി വെക്കാം. അത് അവനെ പേടിച്ചല്ല. നിന്നെ ഒരിക്കലും അവനെ നോക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്രം. ഒരിക്കലും നിന്നോടുള്ള വിശ്വാസക്കുറവല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അവനൊരിക്കലും സന്തോഷത്തോടെയുള്ള ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്താൻ പാടില്ല എന്നൊരു സ്വാർത്ഥത കൂടി എനിക്കുണ്ട് ഷാക്കി. നിനക്കും അവർ ഇവിടെ താമസിക്കുമ്പോൾ മനം നിറഞ്ഞ് സന്തോഷിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. നമ്മൾ എന്തായാലും കരുതി ജീവിക്കേണ്ടി വരും. പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ നോക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ഫീൽ തന്നെയാണ്. എന്തുണ്ടെങ്കിലും എൻ്റെ ഷാക്കിനോട് പറയാൻ മടിക്കരുത്. നിൻ്റെ കൂടെ ഏത് സാഹചര്യത്തിലും ഞാനുണ്ടാവും. അവർ ഇവിടെ വന്നെന്ന് കരുതി ടെൻഷൻ അടിച്ച് നമ്മുടെ കുഞ്ഞു വാവയെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അവനെക്കൊണ്ട് ആകും പോലെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളോട് ഓരോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അവളുടെ അപ്പോഴുള്ള വിഷമം മാറ്റി അവൻ. ഷാക്കിറയെ കണ്ടതിന് ശേഷം ആബിദ വീടിനുള്ളിലേക്ക് കയറിയിട്ടേയില്ല. ഉമ്മറത്തെ ഇറയത്തിരുന്ന ഷാക്കിറയെ എപ്പോഴെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ആ വീട്ടിലേക്ക് തന്നെ നോക്കിയിരിപ്പായി. അവളെ കണ്ടതിന് ശേഷം വീണ്ടും വീണ്ടും കാണാനും സംസാരിക്കാനും മനസ്സ് തുടിക്കുന്നു. എൻ്റേതായിരുന്നില്ലേ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ, കുറച്ചു കാലം മാത്രമല്ലേ ഞാൻ റസിയയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, അവളോടൊപ്പം ജീവിക്കുമ്പോഴും നിന്നെ ഞാൻ പരിഗണിച്ചിരുന്നില്ലേ എന്നൊക്കെ അവൻ ഷാക്കിറയോട് മനസ്സിൽ സംസാരിച്ചു. ഇവിടേക്ക് വരുമ്പോൾ എല്ലാവരിൽ നിന്നുള്ള ഒളിച്ചോട്ടമെന്ന് മാത്രമേ മനസ്സിൽ കരുതിയിരുന്നുള്ളൂ. ആഗ്രഹമുണ്ടായിട്ടോ ഇഷ്ടമുണ്ടായിട്ടോ ഒന്നുമല്ല ഇവിടേക്ക് താമസം മാറ്റിയത്. എന്നാൽ തങ്ങളെ അറിയുന്നവർ ആണെങ്കിലും ഷാക്കിറയെ കാണാൻ കഴിയുമെന്നത് അവൻ്റെ സന്തോഷം കൂട്ടി. അവനതുകൊണ്ട് തന്നെയാണ് വിശപ്പില്ലാതെ വന്ന് കിടക്കുന്നത്. കിടക്കുവോളം അവനെങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നെങ്കിലും അവന് പിന്നീട് ഒരു സമയം അവളെ കാണാൻ കഴിഞ്ഞതുകൂടെയില്ല. നേരം വെളുത്ത ഉടനെ വന്നു നിൽക്കാൻ തുടങ്ങിയതാണ് ആബിദ് മുറ്റത്ത്. ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞത്? ഈ സമയത്ത് ജോലികൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മുറ്റമടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമൊക്കെയായി അവൾ പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കാൻ കഴിയില്ല. അവളെ ഒന്ന് കാണുക എങ്കിലും ചെയ്യണമെന്ന് കരുതി തീറ്റയും കുടിയും എല്ലാം ഉമ്മറത്ത് വെച്ച് തന്നെ അവൻ ചെയ്യുകയുണ്ടായിരുന്നത്. അവൻ്റെ ഈ മാറ്റങ്ങൾ പുതിയ വീടായതുകൊണ്ടല്ല, ഷാക്കിറയെ കാണാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ റസിയയ്ക്ക് പക്ഷേ ഒന്നും പറയാൻ നിർവാഹവുമില്ല. പെണ്ണായിപ്പോയില്ലേ, ആരുടെയെങ്കിലും അടിമയായി ജീവിക്കാതെ നിർവാഹമില്ലല്ലോ. സ്ത്രീകളുണ്ടായ അന്ന് തൊട്ടുള്ള പുരുഷന്മാരുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെ ആയിരിക്കുമോ അറിയില്ല. വീട്ടിൽ നിന്നും പക്വത എത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നതാണ്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് തിന്നരുത്, അവിടെ പോകരുത്, ഈ ഒരു പെണ്ണാണ്, ആരാൻ്റെ വീട്ടിൽ പോകേണ്ടതാണ്, ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടവളാണ് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ. എന്നാൽ ആണുങ്ങൾക്ക് എന്തുമാകാം. അവർക്ക് ഭാര്യയെ തല്ലാൻ, വഴക്ക് പറയാം, അവരെ ഇഷ്ടം കൂടാതെ തന്നെ ഭോഗിക്കാം. ഒന്നിൻ്റെ ഒരു തടസ്സമില്ല. പക്ഷേ എല്ലാത്തിനും തിരിച്ചടി കിട്ടാതെ മരണം ഉണ്ടാവില്ല എന്ന് റസിയ ഇപ്പോൾ വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഷാക്കിറ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് എല്ലാവരും ഇപ്പോൾ കാണുന്നില്ലേ. ഉപദ്രവിച്ചവരുടെ അവസ്ഥ എന്താണ്? അവൾ അങ്ങനെ ആലോചിച്ചിരിക്കെ ആവതെ ഞാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടു. ഹോസ്പിറ്റലിലേക്കാണ്. 10 മണിയായിട്ടുണ്ട്. ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്ന് കിട്ടും. അത് വാങ്ങിച്ചിട്ട് വേണം ഓപ്പറേഷൻ തീരുമാനിക്കാൻ. ഹോസ്പിറ്റലിൽ അവൻ്റെ ഊഴം എത്തിയപ്പോൾ അകത്തേക്ക് കടന്നവൻ സീനിയർ ഡോക്ടറുടെ കൂടെ അടുത്തിരിക്കുന്ന നിയാസിനെ കണ്ട് ഒന്ന് പരിങ്ങി. ഡാ നിയാസ്, നീ ഇതൊന്ന് നോക്കിക്കേ. ഇവരുടെ മോൻ്റെ ഓപ്പറേഷന് വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഉപ്പയുടേത് മകന് ചെയ്തുന്നില്ല. ഡോക്ടർ പറഞ്ഞതിൻ്റെ പൊരുൾ പെട്ടെന്ന് ഓടിയില്ലെങ്കിലും തൻ്റെ റിപ്പോർട്ടുകൾ നിയാസിന് കൈമാറുന്നത് അവന് നോക്കി നിൽക്കേണ്ടി വന്നു. മിസ്റ്റർ ആബിദ്, ഇതെൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ നിയാസ്. എന്നെക്കാളും മിടുക്കനാണ്. അതാ ഞാൻ അവനെ കൂടെ കാണിച്ചത്. ആ കുട്ടി നിങ്ങളുടെ മകൻ തന്നെയല്ലേ? സാധാരണ ഇങ്ങനെ വരാറില്ല. കൂട്ടത്തിൽ നിന്നും ഒരു ഡോക്ടർ ചോദിച്ചത് കേട്ടപ്പോൾ ആബിദ് നിന്ന നിൽപ്പ് തരിച്ചു നിന്ന് പോയി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.